നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ ഡിവിഷൻ്റെ ഒരു കലോത്സവ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ മനോഹരമായ ഒരു വേദിയുടെ പണി നടക്കുന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ കാലം ആയിരുന്നു മാറ്റിവെച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കൊല്ലത്തേക്ക് എത്തുകയാണ്. ആശ്രാമ മൈതാനത്തെ ഒന്നാം വേദിയാണ് കാണുന്നത്. കൗമാര കലോത്സവം തിരയടിച്ച് ഇരമ്പിയെത്തുന്ന ഒരു കാഴ്ച കൊല്ലത്തിന്റെ മണ്ണിലേക്ക് 4-ാം തീയതി മുതൽ കാണാം. അതിന്റെ പ്രധാന വേദിയായ ആശ്രാമത്തെ 40 അടി വീതിയും 40 അടി നീളവുമുള്ള വലിയൊരു വേദിയാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുന്നറിയാം, ഇവിടെ 15,000 പേർക്കോളം ഇവിടെ ഇരുന്ന് ഈ കലാമാമാങ്കം, ആസിയയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് കൊല്ലത്ത് 4-ാം തീയതി മുതൽ ജനുവരി 4 മുതൽ തുടക്കമാവുകയാണ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എത്തുന്നത്. അതിന്റെ പണികളൊക്കെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഇനി 2 ദിവസം കൊണ്ട് പണികളൊക്കെ പൂർത്തിയാവും. ഏറ്റവും ബലമുള്ള ഒരു വേദിയാണ്. ഉമ്മർ എന്ന് പറയുന്ന തൃശൂർ സ്വദേശിയായ കോൺട്രാക്ടറാണ് ഇതിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 26 വർഷമായി സംസ്ഥാന യുവജനോത്സവങ്ങൾക്ക് വേദി ഒരുക്കുന്ന അദ്ദേഹം ഇപ്പോഴും അത് കൃത്യമായി വളരെ ചിട്ടയായി ചെയ്യുന്നു എന്നുള്ളതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം. അതിന്റെ 1-ാം വേദിയിൽ നിന്നുള്ള വേദിയുടെ ഒരുക്കങ്ങളുടെ കാഴ്ചയാണ്. ആശ്രാമം മൈതാനത്താണ് 1-ാമത് വേദി. ഏതായാലും നമുക്ക് കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി കലോത്സവത്തിന്റെ മനോഹരമായ കാഴ്ചകൾ, കലാമാമാങ്കത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും മികച്ച കലാരൂപങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മുടെ ചാനൽ വഴി എത്തും. 62ാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി മാസം 4 മുതൽ 8 വരെ കൊല്ലത്ത് 24 വേദികളിലായി നടക്കുകയാണ്. ആശ്രാമം മൈതാനമാണ് 1-ാമത്തെ വേദി. 13 ജില്ലകളിൽ നിന്നും ആളുകൾ എത്തുമ്പോൾ അവരെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും സ്വീകരിക്കാൻ റിസപ്ഷൻ കമ്മിറ്റി, സ്വീകരണ കമ്മിറ്റി റെഡിയാണ്. സ്വീകരണ കമ്മിറ്റിക്ക് കീഴിൽ 16 സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്വീകരണ കമ്മിറ്റിയുടെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരങ്ങളായി നൽകുന്നത് പുസ്തകങ്ങളാണ്. ഈ വർഷത്തെ മേളയിൽ ഉദ്ഘാടനം നടത്തപ്പെടുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ 60ഓളം വിശിഷ്ട വ്യക്തികൾ വേദിയിൽ ഉണ്ടാകും. ഈ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊല്ലം ജില്ലയിലെ മൺമറഞ്ഞുപോയ കലാ, സാംസ്കാരിക, സാമൂഹ്യ രംഗങ്ങളിൽ നിന്ന നമ്മുടെ മുൻഗാമികൾക്ക് അവരുടെ വീടുകളിൽ പോയി പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പുസ്തക വണ്ടി എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ മാസം 23-ാം തീയതി കുടവട്ടൂരിലെ ഭരത് മുരളിയുടെ വീട്ടിൽ നിന്നും ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. 32ാമത് കലോത്സവം 4-ാം തീയതി രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ഷാനവാസ് IAS പതാക ഉയർത്തുന്നതോടുകൂടി കലോത്സവത്തിന് തിരിതെളിയും. ആ പതാക ഉയർത്തുന്നതിനോടൊപ്പം 62 വർഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 62 കതിനവെടികൾ ആശ്രാമം മൈതാനത്ത് പൊട്ടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവമായ കേരള സ്കൂൾ കലോത്സവം 62ാമത് സംസ്ഥാന കലോത്സവം 2024 ജനുവരി 4 മുതൽ 8 വരെ കൊല്ലം പട്ടണത്തിൽ അരങ്ങേറുകയാണ്. നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കൊല്ലത്ത് ഈ കലാമാമാങ്കം വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിലെ സ്കൂളുകളും അധ്യാപകരും വിദ്യാർത്ഥികളും പൗരമുഖ്യരടക്കം ഇത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തിരിക്കുക. ഞാൻ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനറാണ് ബി. ജയചന്ദ്രൻപിള്ള. നമ്മുടെ കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനായ കുണ്ടറ MLA ശ്രീ PC വിഷ്ണുനാഥ് അവറുകളാണ്. ഞങ്ങൾ കഴിഞ്ഞ 1 മാസക്കാലമായി കൊല്ലം ജില്ലയിൽ ക്രേവൺ HS കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ജനുവരി 4 മുതൽ 8 വരെ 5 ദിവസമാണ് കലോത്സവം നടക്കുന്നത്. ഫുഡ് കമ്മിറ്റി 3-ാം തീയതി രാത്രി ഭക്ഷണത്തോടു കൂടി ആരംഭിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 9:30 വരെ പ്രഭാത ഭക്ഷണവും, ഉച്ചയ്ക്ക് 11:30 മുതൽ 2:30 വരെ ഉച്ചഭക്ഷണവും, വൈകിട്ട് 4 മണി മുതൽ 5:30 വരെ ചായയും, വൈകിട്ട് 7 മുതൽ 9 വരെ രാത്രി ഭക്ഷണവുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ അധ്യാപകരും അധ്യാപക വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഏകദേശം 500ഓളം പേരാണ് ദിവസം ഇത് വിതരണം ചെയ്യുന്നത്. ഭക്ഷണത്തെ സംബന്ധിച്ച് നമ്മൾ കമ്മിറ്റി വളരെ ആത്മവിശ്വാസത്തിലാണ്. 15 വർഷക്കാലമായി കലോത്സവത്തിന് ഭക്ഷണം തയ്യാറാക്കിയിട്ടുള്ള ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇക്കുറി കൊല്ലത്ത് ഭക്ഷണം തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ പായസ കറികളും രസക്കൂട്ടുകളും
കൊല്ലക്കാർക്ക് ഇഷ്ട വിഭവങ്ങളാകും എന്ന് പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ ക്രേവൺ HSൽ ഭക്ഷണ വിതരണം നടത്തുന്നത് തികച്ചും കൂപ്പൺ അടിസ്ഥാനത്തിലായിരിക്കും. എല്ലാ മേഖലകളിലുള്ള ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കൂപ്പൺ അടിസ്ഥാനത്തിലായിരിക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട റോഡിന് അടുത്തും 23 വേദികളുടെയും അക്കോമഡേഷൻ സെന്ററുകളുടെയും നടുക്കുമാണ് ഈ ഭക്ഷണശാല ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ കാറ്റടിക്കുന്നതുകൊണ്ട് സ്റ്റേജിന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. സ്ട്രോങ് ആണ്. കലോത്സവത്തിന്റെ 1ാം വേദിയാണ്. പിന്നെ ഒരു 15 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് കലോത്സവം നടക്കുന്നത്. പക്ഷേ ഈ ആശ്രാമം മൈതാനത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന യൂണിവേഴ്സിറ്റി വേദി ഒരുങ്ങുന്നത്. സ്റ്റേജിനെ പറ്റി നമ്മള് ഫുൾ ഗ്യാരണ്ടി 100% സ്ട്രോങ് ആണ്. 110% ഗ്യാരണ്ടി. 100 അല്ല 110. അത് പേടിക്കണ്ട. നമുക്ക് അത്ര ഉറപ്പാണ്. അത്ര ഉറപ്പായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ, ഇന്നവരെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഓർഡർ നമ്മൾ തക്കടുതറിയുടെ പരിപാടി ചെയ്ത് ഇല്ല. ഇനി എത്ര ദിവസം കൊണ്ടാണ് തീരും? 2 ദിവസത്തിനുള്ളിൽ തീരും. 2 ദിവസത്തിനുള്ളിൽ തീരും. മാക്സിമം 1-ാം തീയതി 2-ാം തീയതി. ഇരിക്കുന്ന സദസ്സിന്റെ ഭാഗത്തിന് എത്ര അടി ദൂരം ഉണ്ട്? ഇത് 360 അടി നീളമാണ്. 360 അടി നീളം അല്ലേ? 160 അടി വീതി. ഇത് മീഡിയക്കാരുടെ വേറെ വരും, ജഡ്ജസിന് വേറെ വരും. ഇത് ജഡ്ജസിനുള്ളതാണ്. മഴയൊന്നും ബാധിക്കില്ല. ഇല്ല. പിന്നെ ഇതിന്റെ ബാക്കിൽ മീഡിയക്കാർക്ക് ഒരു ലാൻഡിങ്ങിനായിട്ട് മീഡിയക്ക് ഇരിക്കാനായിട്ട്. നമ്മള് എത്ര വർഷമായിട്ട് ഈ കലോത്സവത്തിന് വേദിയിൽ ചെയ്യുന്നുണ്ട്? 26 വർഷമായിട്ടല്ലേ? നമ്മൾ ഫസ്റ്റ് കലോത്സവ വേദി അവിടെ ചെയ്തത്. അന്ന് നമ്മൾ ഈ കലോത്സവ വേദി, ഇന്നിപ്പോ ഈ കലോത്സവ വേദി നമ്മൾ ഇരുമ്പ് ഷീറ്റ് അങ്ങനെയുള്ളതാണ്. അന്നത്തെ കലോത്സവ വേദി എങ്ങനെയായിരുന്നു കിട്ടുന്നത്? അന്നത്തെ കലോത്സവ വേദി എന്ന് പറഞ്ഞാൽ ഓലയിൽ ചെയ്യുന്ന 5 തലപ്പന്തലൊക്കെ അല്ലേ? ഓലയും മുളയും. നല്ല അന്നും അത്ര ചെയ്തെങ്കിൽ നല്ല ബലമായിരുന്നു ആ കാലത്ത്. അന്ന് സ്ട്രോങ് ആയിരുന്നു. അത്ര അളവില്ലേ? അന്ന് അളവ് കുറവായിരുന്നു. ആകെ ഒരു 25,000-30,000 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങും പന്തല്. ബലത്തിനെ പറ്റി പലർക്കും പലപ്പോഴും പല സംശയങ്ങളാണ്. കാരണം വലിയ പ്രോഗ്രാം നടക്കുന്നു, അങ്ങനെ 1ാം വേദി അങ്ങനെയൊക്കെ വിഷയമുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്തൊരു വിഷയമില്ല. നമുക്ക് ഇതേവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ചെറുതുരുത്തി. എത്ര വർഷമായിട്ട് ചേട്ടാ ഈ കലോത്സവത്തിന്റെ? 28 കൊല്ലായി. 28. ആദ്യത്തെ കലോത്സവത്തിന്റെ പന്തലിട്ട് എവിടെയാണെന്ന് അറിയാമോ? അറിയാം. ആദ്യത്തെ കലോത്സവം തൃശ്ശൂര്. 27 വർഷത്തിന് മുമ്പ്. നമ്മൾ ഈ കലോത്സവത്തിന്റെ ഈ വേദിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ വേദിയുടെ ഒരു ബലം ചേട്ടൻ പറഞ്ഞു എങ്ങനെയാണ്? നമ്മൾ സ്ട്രോങ് ആണ്. കാറ്റുള്ള സ്ഥലത്താണ്. ഇപ്പം ആദ്യമായിട്ടാണ് ആശ്രാമത്ത് ഇങ്ങനെ ഒരു കലോത്സവത്തിന് സ്റ്റേജ് ഇടുന്നത്. അപ്പൊ ഇവിടുത്തെ ആ ഒരു ബലം എങ്ങനെയാണ്? നമ്മുടെ ബലം നല്ല സ്ട്രോങ് ആയിട്ട് പഴുതുണ്ട്. കാറ്റുണ്ടായാലും എന്തായാലും നമ്മൾ ചെയ്യണ ഡബിൾ സ്ട്രോങ് ആണ്. 2 ഡബിൾ പ്ലൈവുഡ് അടിച്ചു. എല്ലാവരും സ്റ്റേജ് ഒറ്റ അടിക്കാറ്. ഇത് 2 ലെയർ അടിച്ചു. ഈ 27 വർഷം മുമ്പുള്ള കലോത്സവത്തിന് ഈ ഇങ്ങനെ ആയിരുന്നല്ലോ സാധനം. അന്ന് എന്തുവായിരുന്നു? ഈ പലകയും മുളയും പുളിയുടെ പലയാ, പിന്നെ ഓലയായിരുന്നു മെയിൻ. ഓല അല്ലേ? ഓലയും പിന്നെ പുളിയുടെ പലയാ. കാണാറിട്ടിട്ട് പുളിയുടെ പല കഴിഞ്ഞ. അന്ന് എത്രടി നീളത്തിലായിരുന്നു അന്നത്തെ സ്റ്റേജ് ഒക്കെ? 30-20. പക്ഷെ അന്നത്തെ കലോത്സവത്തിന്റെ വേദികളും ഇന്നത്തെ കലോത്സവത്തിന്റെ വേദികൾ വ്യത്യാസം എന്തുവാ? വിപുലമായിട്ട് സ്ട്രോങ് ആണ്. കാറ്റടിച്ചാലും മഴ പെയ്താലും ഒന്നും വിഷയമില്ല. ഒന്നും സംഭവിക്കില്ല. കാസർഗോഡും കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് കഴിഞ്ഞപ്പോ അടുത്തോളം എവിടേക്കാണ് അവിടെ ഉണ്ടാവും. അപ്പൊ പഴയടത്തിന്റെ പോലെ തന്നെ നമ്മൾ എല്ലായിടത്തും നമ്മൾ തന്നെ സ്റ്റേജ് പഴയട എല്ലായിടത്തും ഭക്ഷണം. തൃശ്ശൂർക്കാരാണ് പന്തലുമണിയുടെ മെയിൻ ആൾക്കാർ. ചെറുതുരുത്തി സംസ്ഥാന യൂണിവേഴ്സിറ്റിയുടെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും സന്തോഷത്തിന്റെ ദിനങ്ങളാണ് കുറച്ച് ദിവസം. ജനുവരി 4 മുതൽ 8 വരെ നടക്കുന്ന ഒരു മാമാങ്കം തന്നെയാണ് സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റി. എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ പഴയടം നമ്പൂതിരിയാണ് ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് ആശ്രാമം മൈതാനത്താണ് 1ാം വേദി. അതിന്റെ കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചത്. ആശ്രാമം മൈതാനത്ത് ഒരുപാട് വലിയ ആഘോഷങ്ങൾ നടക്കുന്നത്. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന യുവജനോത്സവത്തിന്റെ 1ാം വേദിയാവുന്നത്. കലാമാമാങ്കത്തിന് അരങ്ങുണരുന്നത് ഇവിടെ വെച്ചാണ്. ഏതായാലും അതിന്റെ കാഴ്ചകൾ, ധാരാളം കാഴ്ചകളുണ്ട്. ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം എല്ലാ കുട്ടികൾക്കും വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാനും കോസ്റ്റ്യൂംസ് ഒക്കെ എല്ലാം ചെയ്യാനുള്ള ഇതൊക്കെ കാണാം. മനോഹരമായ വേദിയും അതുപോലെ മനോഹരമായ കാഴ്ചകളും. 4 മുതൽ 8 വരെ നടക്കുന്ന കലയുടെ ആരവം ഉയരുന്ന ഒരു വേദിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കൊല്ലത്തിന്റെ കലാമാമാങ്കം എന്ന് തന്നെ പറയാം. കൊല്ലം ആശ്രാമം മൈതാനത്തായതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വേദി ഒരുക്കുവാൻ സംഘാടകർ കഴിഞ്ഞത്. ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി കൊല്ലത്തിന്റെ സംസ്ഥാന യുവജനോത്സവ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പോൾ ആശ്രാമം മൈതാനത്ത് നിന്ന് ക്യാമറാമാൻ സോണി വിദ്യാധരനൊപ്പം സുരേഷ് ചൈത്രം.